ഇനി പൊറോട്ടയുടെ വിലയോ അത് 3 രൂപ വരെ ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സുനിഷ പറഞ്ഞു തരും. സുനിഷ, എന്താണ് അവസ്ഥ? റോഷ്നി, നമ്മൾ ഇതുവരെ കേട്ടല്ലോ ചിക്കന്റെയും ബീഫിന്റെയും മുട്ടയുടെയും ഒക്കെ വില കൂടി. അപ്പൊ സ്വാഭാവികമായും അത് കറിയിലേക്കും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റോഷ്നി ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ശരാശരി പൊറോട്ട പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ ഒരു പൊറോട്ട ബീഫ് കോംബോ അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ കോംബോ അങ്ങനെയുള്ളതാണ് നമ്മൾ കഴിക്കാറ്. പക്ഷേ ഇപ്പൊ അത് ഇച്ചിരി വില കൂടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ ഗ്യാസ് പ്രതിസന്ധി വന്ന സമയത്താണ് പൊറോട്ടയ്ക്ക് നേരത്തെ 10 രൂപക്കൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ അത് 13 രൂപയായി. 12 രൂപയൊക്കെ ചിലയെടുത്തുണ്ടായിരുന്നു, അത് 18 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഒരു ശരാശരി 3 പൊറോട്ട മാത്രം കഴിക്കുന്ന ആളുകളാണെങ്കിൽ പൊറോട്ടയ്ക്ക് മാത്രം 50 മുകളിൽ രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണ് എന്നുള്ളത്, കറികൾ ഏത് എന്നുള്ളത് അനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. ഇപ്പോ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒരു മിനിമം ചിക്കനും ബീഫിനും ഒക്കെ 250 300 ഒക്കെയാണ് ഒരു കറിയുടെ വില എന്ന് പറയുന്നത്. അതിപ്പോ സ്വാഭാവികമായിട്ടും ചിക്കനും ബീഫിനും ഒക്കെ വില കൂടുമ്പോൾ അതിൽ കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി കുറച്ച് ഈ പൊറോട്ട പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ ദൃശ്യങ്ങളിൽ കാണാം. ഈ പറയുന്ന ചിക്കൻ വരട്ടിനും ചിക്കൻ ഫ്രൈക്കും ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഉയരുമല്ലോ എന്നുള്ളതാണ്. റോഷ്നി പറഞ്ഞതുപോലെ ഇനിയിപ്പോ ബീഫ് കൂട്ടണ്ട, കുറച്ച് ഗ്രേവി വാങ്ങാന്ന് വെച്ചാൽ ഗ്രേവി വാങ്ങുന്നതിൽ പോലും ചില പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതാണ് പൊറോട്ട പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാക്കുന്നത്. ചേട്ടൻ ഇവിടെ പൊറോട്ടയൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊറോട്ടയ്ക്ക് ഇനിയിപ്പോ ഗ്രേവി കൂട്ടി കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്. പൊറോട്ട പ്രേമിയാണോ? അല്ല. ഇപ്പൊ ചിക്കനും ബീഫിനും ഒക്കെ വില കൂടിയിട്ടുണ്ട്. പൊറോട്ടക്കും 10-15 ആയിട്ടുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണോ? വില കൂടിയത് ബുദ്ധിമുട്ടാണോ? അത് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഇവർക്കല്ലേ ബുദ്ധിമുട്ട്. വാങ്ങണവർക്ക് ബുദ്ധിമുട്ടില്ലേ? വാങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിക്കനൊക്കെ വില കൂടി കൂടി. ഒരു പൊറോട്ട പ്രേമിയെ സംബന്ധിച്ചിടത്തോളം പൊറോട്ട ബീഫ് പൊറോട്ട ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു കോംബോ ആണ്. അതെ അതെ, ബുദ്ധിമുട്ടാണ്. അതെ. ഇവരെ സംബന്ധിച്ച് പെട്ടെന്ന് കഴിക്കുന്നതിനിടയിലേക്ക് ഞാൻ കയറിപ്പോയതാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഈ പൊറോട്ടയും ബീഫും എന്നൊക്കെ വിചാരിച്ച് അകത്തേക്ക് വരുന്ന ആളുകളാണ്. പക്ഷേ വലിയ വില, ഒരു 3 പൊറോട്ടയും ഒരു ബീഫും കഴിച്ചാൽ പോലും 500 മുകളിൽ കൊടുത്തു മാത്രമേ നമുക്ക് കടവിട്ടിറങ്ങാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി ആയിട്ടുണ്ട്. ഏതായാലും ഗ്രേവിയിലേക്ക് മാറുമോ എന്ന് അറിയില്ല. പക്ഷേ സ്വാഭാവികമായും പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും ഒക്കെ തിന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗ്രേവിയിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വില കൂടിയാലും ഈ കുറച്ച് നേരത്തെ ഫുള്ള് വാങ്ങുന്നത് കുറച്ച് ഹാഫായി ബീഫൊക്കെ വാങ്ങാമെന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വില കൂടിയത് നന്നായി ബാധിച്ചിട്ടുണ്ട്. പൊറോട്ടക്കൊക്കെ 18 രൂപയൊക്കെയാണ് ചിലയിടത്ത്. തിരുവനന്തപുരത്തൊക്കെ ചിലയിടത്ത് പോയാൽ 18 ഉണ്ട്, ചിലയിടത്ത് 15 രൂപയൊക്കെയുണ്ട്. 15 താഴെ പൊറോട്ടയ്ക്ക് വിലയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒപ്പം തന്നെ ഈ ബീഫിനും ചിക്കനും മുട്ടയ്ക്കും ഒക്കെ വില കൂടുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക. അതിനിടയിലാണ് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ വില കൂടി. അതുകൊണ്ട് പച്ചക്കറിയിലും ഈ സാഹചര്യം പച്ചക്കറി കറികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കൂടി ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും പൊറോട്ടയ്ക്ക് വില കൂടുന്നു, കറിക്ക് വില കൂടുന്നു, ഒപ്പം ഈ കോംബോയ്ക്കെല്ലാം വില കൂടുന്നു. അപ്പോൾ ഇച്ചിരി സംഗതി കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല റോഷ്നി. യെസ്, അതാണ് സുനിഷയാണ് അപ്പോൾ പൊറോട്ടയുടെ കാര്യം പറഞ്ഞത്. നിരവധി പ്രേക്ഷകർ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്, ഗ്യാസിന്റെ വിലയെക്കുറിച്ച് പറയുന്നുണ്ട്, ബീഫിന്റെ വിലയിൽ ചിലർ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. പക്ഷെ ഓരോ ദിവസവും സാധനങ്ങൾക്ക് പല വിലയാണ്.